ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഭൂമി കുലുക്കം എങ്ങനെ ഉണ്ടാകുന്നു നമുക്ക് ഒന്ന് പരിശോധിക്കാം. നമുക്കറിയാം, റിക്ടർ സ്കെയിലാണ് ഇത് അളക്കുന്നത്. റിക്ടർ സ്കെയിലിൽ ഭൂമി കുലുക്കത്തിൻ്റെ ശക്തി, അതായത് 10-ൽ താഴെ അളവാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ 6.5 എന്നൊക്കെ പറഞ്ഞാൽ സാമാന്യം നല്ല ചലനമാണ്. ഇനി ഭൂമി കുലുക്കം എവിടെ, എപ്പോൾ, നാം അറിയാത്ത നിരവധി ചലനങ്ങൾ ഭൂമിയിൽ ഉണ്ടാവാറുണ്ട്, പ്രത്യേകിച്ച് കടലിൻ്റെ അടിത്തട്ടിൽ. ഇതിൻ്റെ ഫലമായി കടലിൻ്റെ അടിയിൽ കുന്നുകളൊക്കെ രൂപപ്പെടാറുണ്ട്. വീഡിയോ സ്കിപ്പ് ചെയ്ത് മുഴുവനായി കാണുക. ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക. അഗ്നിപർവ്വത സ്ഫോടനങ്ങളുമായി അഭേദ്യമായ ബന്ധമുണ്ട് ഭൂമി കുലുക്കത്തിന്. ഭൂമി കുലുക്കം എന്നാൽ ഒരു പ്രദേശം മാത്രം ആണ് കുലുങ്ങുന്നത്, അല്ലാതെ ഭൂമി മൊത്തത്തിൽ കുലുങ്ങുന്നില്ല. ഇന്ത്യയിലെ ഒരു ഭാഗത്തുണ്ടായാൽ അത് പാകിസ്ഥാനിലോ അഫ്ഗാനിസ്ഥാനിലോ അതുമല്ലെങ്കിൽ ഇന്ത്യയിലെ തന്നെ മറ്റു സംസ്ഥാനങ്ങളിൽ കുലുങ്ങുന്നില്ല. നമുക്കറിയാമല്ലോ, 4 ലെയറായാണ് ഭൂമിക്കുള്ളത്: ഇന്നർ കോറ്, ഔട്ടർ കോറ്, മാൻറ്റില്, ക്രിസ്റ്റൽ. പല പാളികളായാണ് ഭൂമിയുടെ നിലനിൽപ്പ്. ടെക്ടോണിക് പ്ലേറ്റുകൾ എന്നാണ് നാം പറയാറുള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, കുലുക്കത്തിന് അഗ്നിപർവ്വത സ്ഫോടനവുമായി ബന്ധമുണ്ടെന്ന് നമുക്കറിയാം. ഭൂമിക്കുള്ളറകളിലെ ലാവ എപ്പോഴും ചൂടുകൂടി ഭൂമിയുടെ വിടവുകളിലൂടെ മുകൾ ഭാഗത്തേക്ക് വരുമ്പോഴാണ് അഗ്നിപർവ്വത സ്ഫോടനങ്ങൾ ഉണ്ടാവാറുള്ളത്. ഇതേ ലാവ തന്നെയാണ് ഭൂചലനത്തിന് കാരണം. ഈ ലാവ തിളച്ച് ഭൂമിയുടെ പ്ലേറ്റുകളുടെ വിടവുകളിലൂടെ മുകളിലേക്ക് കയറുകയും പ്ലേറ്റുകളിൽ ഇത് വ്യാപകമാവുകയും ചെയ്യുന്നു. തന്മൂലം പ്ലേറ്റുകൾക്ക് ചലനം ഉണ്ടാകുന്നു. ഒരു സ്ഥലത്ത് കേന്ദ്രീകരിച്ച് ഈ ചലനം മറ്റു പ്രദേശങ്ങളിൽ കൂടി വ്യാപിക്കുന്നു. ഇപ്പം നമുക്കറിയാം, നമ്മളൊരു പാത്രത്തിൽ വെള്ളമിട്ട് തിളപ്പിച്ച് കഴിഞ്ഞാൽ അത് ചൂടാകുമ്പോൾ ആ പാത്രത്തിൻ്റെ മുകളിലിരിക്കുന്ന അടപ്പ് അത് കടകടകടാന്നടിക്കും. ചിലപ്പം കഞ്ഞിക്കൊക്കെ വെക്കുന്നതാണെങ്കിൽ അത് തെറിച്ച് പോകാറ് വരെയുണ്ട്. നമുക്കറിയാമല്ലോ, ഇത് തന്നെയാണ് ഭൂമി കാരണം എന്ന് പറയുന്നത്. ഇത് തന്നെ ഒന്നിലധികം തുടർ ചലനങ്ങൾക്ക് കാരണം. ഒന്നിലധികം തുടർ ചലനങ്ങൾ ഉണ്ടാവാറുണ്ട്. ഈ ലാവ വീണ്ടും വീണ്ടും പിന്തിരിഞ്ഞ് മറ്റു പ്രദേശങ്ങളിലേക്ക് കടക്കുന്നു. ഭൂമിയുടെ ഉപരിതലത്തിലെ ഉഷ്ണവും ഒരു പ്രധാന കാരണമാണ് ഇതിൻ്റെ. ശരിക്കും പറഞ്ഞാൽ സുനാമി ഉണ്ടാകുന്നതും ഈ പ്രതിഭാസം മൂലമാണ്. നമുക്കറിയാമല്ലോ, കടലിലെ ജലം അത് ഉൾവലിയുകയും അവതരിച്ച് ശക്തമായി ഭൂമിക്ക് മുകളിലേക്ക് വരുന്നതുമാണ് ശരിക്കും പറഞ്ഞാൽ സുനാമി എന്ന് പറയുന്നത്. പക്ഷേ ഇതേ ജലം തന്നെ ഭൂമിയുടെ ഉള്ളറകളിലൂടെ കിലോമീറ്ററുകളോളം ദൂരത്തിൽ സഞ്ചരിക്കാറുണ്ട്. തന്മൂലം കിണറുകൾ നിറയുകയും കുളങ്ങളിൽ ജലം മുകളിലേക്ക് ഉയരുകയും ഒക്കെ ചെയ്യുന്നു. നമ്മുടെ ഇവിടെ തന്നെ നമ്മൾ പല പ്രാവശ്യങ്ങളും നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഭൂമി കുലുക്ക സാധ്യത എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ നിലനിൽക്കുന്ന പ്രദേശം എന്ന് പറയുന്നത് അഗ്നിപർവ്വത സ്ഫോടന പ്രദേശങ്ങളാണ്. അത് നമുക്കറിയാം, ഇന്തോനേഷ്യ, ജപ്പാന്, അതുപോലുള്ള പ്രദേശങ്ങളിലെന്ന് പറഞ്ഞാൽ അവിടെ എന്ന് പറഞ്ഞാൽ അഗ്നിപർവ്വത സ്ഫോടനങ്ങൾ എപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന പ്രദേശങ്ങളാണ്. അവിടെ തന്നെയാണ് ഏറ്റവും കൂടുതൽ ഈ സാധ്യത നിലനിൽക്കുന്നത്. ഈ അടുത്ത കാലത്ത് ഒരു ഭൂമികുലുക്കം അവിടെ ആ പ്രദേശങ്ങളിൽ ഉണ്ടായിരുന്നു. അതുപോലെ കടലുകൾ, ഡാമുകൾ ഒക്കെ നിറഞ്ഞ, അതായത് നിൽക്കുന്ന പ്രദേശങ്ങൾ, അതായത് ഭൗമോഷ്ണം കൂടുതൽ നിലനിൽക്കുന്ന പ്രദേശങ്ങളിൽ ഭൂമികുലുക്ക സാധ്യത കൂടുതലാണ്. നമുക്കറിയാം, ഇടുക്കിയും പരിസര പ്രദേശങ്ങളും ഒക്കെ ശരിക്കും പറഞ്ഞാൽ ഭൂമികുലുക്ക സാധ്യത കൂടുതൽ നിലനിൽക്കുന്ന സ്ഥലങ്ങളാണ്. അപ്പം നമുക്കറിയാം, അഗ്നിപർവ്വത സ്ഫോടനം ഉണ്ടായതിനു ശേഷം ഉരുകി ഒലിച്ച് വരുന്ന ലാവ ഉറച്ചുണ്ടായതാണ് പല വലിയ പാറക്കല്ലുകളും. അതായത് കോടാനുകോടി വർഷങ്ങളായി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രതിഭാസമാണ് ശരിക്കും പറഞ്ഞാൽ അഗ്നിപർവ്വത സ്ഫോടനം, അല്ലെ ഭൂമി കുലുക്ക എന്നൊക്കെ പറയുന്നത്. അത് ഇന്നും ഇന്നലെ ഒന്നും ഉണ്ടായ ഒരു പ്രതിഭാസം ഒന്നുമല്ല. വളരെ കറക്റ്റായിട്ട് പറഞ്ഞാൽ ഇത് തന്നെയാണ്. ഇത് ഞാൻ 1998 കണ്ടെത്തുകയും 2003 കോട്ടയം പ്രസ് ക്ലബിലൊക്കെ പത്രസമ്മേളനമൊക്കെ നടത്തിയതാണ്. ഈ രാമർപിള്ളയൊക്കെ പെട്രോൾ കണ്ടുപിടിച്ച അതേ വർഷം തന്നെയാണ്. ഇതാണ് ഭൂമി കുലുക്കത്തിൻ്റെ കാരണം എന്ന് പറയുന്നത്. പിന്നെ ഭൂമി കുലുക്കം നിലവിലെ സാഹചര്യത്തിൽ എവിടെ എപ്പം ഉണ്ടാകുന്നു എന്നൊന്നും നമ്മൾ ഇതുവരെയായിട്ടും കണ്ടെത്താനും സാധിക്കുന്നതുമല്ല. കാരണം ഇതിൻ്റെ ചൂട്, ഭൂമിക്കുള്ളറകളിലെ ചൂട് തിട്ടപ്പെടുത്തിയാൽ മാത്രമേ ഇത് നമുക്ക് വളരെ കൃത്യമായിട്ട് ഇത് എപ്പം എവിടെയൊക്കെ ഉണ്ടാകും എന്ന് നമുക്ക് കണ്ടെത്താൻ സാധിക്കുകയുള്ളൂ.
മൂന്നാല് വർഷം മുന്നേ രണ്ട് ജിയോളജിസ്റ്റുകൾ പറഞ്ഞായിരുന്നു ഇന്ത്യയുടെ കിഴക്കൻ പ്രദേശങ്ങൾ, അതായത് ആസാം അടക്കമുള്ള പ്രദേശങ്ങളൊക്കെ താഴ്ന്നു പോകുമെന്നൊക്കെ പറഞ്ഞായിരുന്നു. അതൊക്കെ ചുമ്മാ അത് പറയുന്നതാണ്. അതൊക്കെ യാതൊരു അടിസ്ഥാനവും ഇല്ലാതെ പറയുന്ന കാര്യങ്ങളാണ്. ഇതെപ്പോൾ എവിടെ സംഭവിക്കുന്ന അറിയത്തില്ല, ഇതെവിടെ എന്നൊക്കെ സംഭവിക്കുന്നു നമുക്ക് ഒരിക്കലും ഇതുവരെയായിട്ടും തിട്ടപ്പെടുത്തിയിട്ടുമില്ല, അറിയത്തുമില്ല. ചുമ്മാ ഓരോരുത്തർ ചുമ്മാതെ ഇങ്ങനെ ഗവേഷണം നടത്തി എന്നൊക്കെ പറയുന്നതാണ്. ഇതൊന്നും ചുമ്മാതാണ്, ഒരു അടിസ്ഥാനമില്ലാത്ത കാര്യങ്ങളാണ്. അതായത് ഭൗമശാസ്ത്രത്തിൽ എന്ന് പറഞ്ഞാൽ നിരവധി ഗവേഷണങ്ങൾ ഞാൻ കണ്ടെത്തിയിട്ടുണ്ട്, വളരെ കൃത്യമായിട്ടും. അതായത് ഉരുൾപൊട്ടലൊക്കെ ഈ ചാനലിൽ തന്നെ ഞാൻ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുള്ളതാണ്. കാണാം, കണ്ടിട്ട് അഭിപ്രായം പറയാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകളും, അത് പോസിറ്റീവ് ആണെങ്കിലും നെഗറ്റീവ് ആണെങ്കിലും ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം എല്ലാവർക്കും.